അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം, സൗഹാർദ്ദം, സഹിഷ്ണുത, സഹനം, ഈ 4 ഗുണങ്ങളെ കൊണ്ട് അലങ്കൃതമാണ് പരിശുദ്ധ ഇസ്ലാം. ഈ 4 ഗുണങ്ങളാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പവർ തന്നെ. വാഗ്ദത്ത ലംഘനം പരിശുദ്ധ ഇസ്ലാമിന് അന്യമാണ്. വാക്ക് പാലിക്കുക. ഒരാൾക്കൊരു വാക്ക് കൊടുത്തെങ്കിൽ ആ വാക്ക് പാലിക്കുക എന്നത് കഴിയുന്നതും കൊടുക്കാതിരിക്കുക. കൊടുത്തു കഴിഞ്ഞാൽ അത് പാലിക്കണം. അതില്ലെങ്കിൽ അത് മുനാഫിക്കിൻ്റെ കപട വിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെ കൊന്നതിൻ്റെ ശിക്ഷ നടപ്പാക്കുകയാണ്, തിരിച്ചു കൊല്ലാൻ. അങ്ങനെ അദ്ദേഹത്തിന് കൊലക്കുറ്റം ശിക്ഷ വിധിച്ചു, കൊല്ലാൻ വേണ്ടി വിധിച്ചു. അങ്ങനെ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഒരു കഴുമരത്തിൽ നിർത്തിയപ്പോൾ, ആള് ജൂതനാണ്, കഴുമരത്തിൽ നിർത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്: വാഗ്ദത്ത ലംഘനമോ ചെയ്യുന്നവർ മുസ്ലിമല്ല, നിങ്ങൾ വാക്ക് പാലിക്കുന്നവരാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ അത് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവസാന സമയത്ത് ഒരു കാര്യം ചെയ്തു തരണം. കൊലക്കുറ്റത്തിന് തീരുമാനിച്ച ആളെ അവസാന വാക്ക് കേൾക്കുക എന്നുള്ളതൊരു പ്രത്യേകത, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരണം. ആ വെള്ളം അദ്ദേഹത്തിന് കൊടുത്തു. വെള്ളം ഇങ്ങനെ പിടിച്ചു, കഴുമരത്തിൽ നിന്നുകൊണ്ട് പിടിച്ചിട്ട് പറഞ്ഞു, ഈ വെള്ളം കുടിച്ച് തീരുന്നത് വരെ നിങ്ങൾ എന്നെ കൊല്ലില്ല എന്ന് എനിക്ക് വാക്ക് തരണം. അത് സംശയമില്ലല്ലോ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെയുള്ളവരും പറഞ്ഞു, തീർച്ചയായിട്ടും നിനക്ക് വാക്ക് തരുന്നു, ആ വെള്ളം കുടിച്ചു തീരുന്നത് വരെ നിന്നെ കൊല്ലില്ല. അദ്ദേഹം ആ വെള്ളം ഇങ്ങനെ പിടിച്ചിട്ട് ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കളഞ്ഞു പുറത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, ഞാനത് കുടിച്ചിട്ടില്ല, കുടിച്ചു തീരുന്നത് വരെ നിങ്ങൾ എന്നെ കൊല്ലില്ല എന്നെനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. വാഗ്ദത്ത ലംഘനം ചെയ്യുന്നവർ അല്ല മുസ്ലിങ്ങൾ വാക്ക് പാലിക്കുന്നവരാണ്. ആ ഒറ്റ വാക്ക് അദ്ദേഹത്തിനെ കഴുമരത്തിൽ നിന്ന്, കാരണം ആ വെള്ളം കുടിച്ചു തീരുന്നവരെ കൊല്ലില്ല എന്ന് വാക്ക് കൊടുത്തതല്ലേ, വെള്ളം അദ്ദേഹം കുടിച്ചില്ലല്ലോ, ഒഴിച്ചു കളയല്ലേ ചെയ്തത്. അദ്ദേഹത്തെ കൊന്നില്ല, കഴുമരത്തിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തിറക്കി. അദ്ദേഹം പെട്ടെന്ന് കുളിക്കാനുള്ള സ്ഥലം ചോദിച്ചു, കുളിച്ചു. തിരിച്ചു വന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് സലാം പറഞ്ഞ ഷഹാദത്ത് കലിമ ചൊല്ലിയ ഒരു സംഭവം ചരിത്രത്തിൽ കാണാം. ഞാനിത് പറയുന്നത്, നമ്മൾ ആർക്കെങ്കിലും വാക്ക് കൊടുത്താൽ ആ വാക്ക് പാലിക്കാത്ത എത്രയോ പേരുണ്ട്. പലവരും പല പ്രതീക്ഷകളും വെക്കും. ആ പ്രതീക്ഷ വാക്കിൽ നിലനിൽക്കുമ്പോൾ അത് പാലിക്കാതിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമം വലുതായിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ വഅദ അഖ്ലഫ എന്ന് മുനാഫിക്കിൻ്റെ ലക്ഷണം, കപടവിശ്വാസിയുടെ ലക്ഷണത്തിൽ പറഞ്ഞത്. കപടവിശ്വാസിയുടെ ലക്ഷണമാവരുത്. കപടവിശ്വാസി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഈമാനില്ല, പുറത്ത് ഈമാന്. അതാണ് കപടവിശ്വാസി. പുറത്തിങ്ങനെ കാട്ടിക്കൂട്ടി നടക്കുകയാണ്, അവൻ്റെ ഹൃദയത്തിലൊന്നും ഈമാൻ അത്ര സ്ട്രോങ് അല്ല. പുറത്താണെങ്കിലോ നല്ല ഈമാൻ ധാരിയായിട്ട് നടക്കും. നമുക്കാരും വിധി എഴുതാൻ പറ്റില്ല. ആരാണ് മുനാഫിക്കെന്നോ ആരാണ് നല്ലവരെന്നോ നമുക്ക് വിധി എഴുതാൻ അറിയില്ല. നഹ്നു നഹ്കുമു ഫിൽ ലവാഹിർ വല്ലാഹു യഅലമു സറായിർ. നമ്മൾ ലാഹിർ കൊണ്ട് വിധിക്കാം,
പ്രത്യക്ഷത്തിൽ എന്താ കാണുന്നത് അതുകൊണ്ട് വിധിക്കുക, അതുകൊണ്ട് പറയാം. അല്ലാതെ അല്ലാഹു യഅലമു മുസറായിർ, അയാളുടെ രഹസ്യങ്ങളൊക്കെ റബ്ബിനറിയും. കപടവിശ്വാസിയുടെ ലക്ഷണം നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കാം. എനിക്ക് എന്നെ പരിശോധിക്കാം, നിങ്ങൾക്ക് നിങ്ങളെ പരിശോധിക്കാം. കപടവിശ്വാസത്തിൻ്റെ ലക്ഷണം പാടില്ല. കപടവിശ്വാസം എന്ന് പറഞ്ഞാൽ ആയത്തുൽ മുനാഫിക്ക് സലാസ 3 കാര്യമാണ്. വായെടുത്താൽ കളവ് പറയാം. കളവിനെ ഒരു ഹോബിയാക്കി കാണുന്ന ആളുകൾ. നിസ്സാരമല്ല പ്രശ്നം. കളവ് പറയാൻ ഒരു സ്ഥലത്ത് മാത്രമാണ് പറ്റുള്ളൂ, വേറെ ഒരു സ്ഥലത്തും കളവ് പറയാൻ പറ്റില്ല. ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട്, അയാളെ ജീവൻ എടുക്കാൻ വേണ്ടി വേറൊരു അക്രമി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഓടി നമ്മുടെ അടുക്കലേക്ക് അഭയം തേടി. ഇത് അക്രമി കണ്ടിട്ടില്ല. അദ്ദേഹം വേഗം നമ്മുടെ അടുക്കൽ വന്ന് വിളിച്ചു, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സുരക്ഷിതമായി, അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ സുരക്ഷിതമായി അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് ഒതുക്കി. ശേഷമാണ് അക്രമി അദ്ദേഹത്തെ കൊല്ലാൻ വരുന്ന ആൾ വന്ന് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരാൾ വന്നിരുന്നോ? ഇല്ല എന്ന് പറയണമെന്ന്. കാരണം ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടും. ജീവന് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനത്തെ ഒരു ഘട്ടത്തിലല്ലാതെ വേറെ സമയത്ത് കളവ് പറയരുത്. കുലിൽ ഹക്ക ഇൻകാന മുറ. സത്യം പറഞ്ഞ് പഠിക്കണം, സത്യം പറഞ്ഞ് വിജയിക്കണം. സത്യം പറയുമ്പോൾ പലപ്പോഴും പല പ്രതിസന്ധികളും ഉണ്ടായേക്കാം. ആ പ്രതിസന്ധികൾ താൽക്കാലികമാണ്. സത്യം പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം. പുറമേ കുറേ ഇസ്ലാമും ഉള്ളിൽ ഈമാനില്ലാത്ത അവസ്ഥ വരുന്നത് ഈ കളവ് പറയുന്നവർക്ക് അതുണ്ടായിത്തീരും. പിന്നെ ഇതാ വഴത അഖിലഫ, വാക്ക് കൊടുത്താൽ പാലിക്കാതിരിക്കുക, വാഗ്ദത്ത ലംഘനം, അത് ഇസ്ലാമിന് അന്യമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. പിന്നെ വൈദത്തുമിന ഖാന, വിശ്വസിച്ച ആളെ വഞ്ചിക്കുക. ബിസിനസ്സിലാവട്ടെ അല്ലെങ്കിൽ മറ്റു വല്ല കാര്യങ്ങളിലായിട്ട് ഒരാളെ വിശ്വസിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്തു ഏൽപ്പിച്ചു കൊടുത്താൽ അയാളെ വഞ്ചിക്കുക, എന്നിട്ട് ആ ബിസിനസ് പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ആ ബിസിനസ് കിട്ടാൻ വേണ്ടിയുള്ള ചതികൾ ചെയ്യുക, വഞ്ചനകൾ നടത്തുക. ഇതൊന്നും മുസ്ലിമിൻ്റെ ലക്ഷണമല്ല, മുനാഫിക്കിൻ്റെ ലക്ഷണമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. പല മുസ്ലിം പേരുള്ള ഹാജിമാർ, നല്ല ഈമാനായിട്ട് നടക്കുന്ന ആളുകൾ, വഖത്തിന് ജമാഅത്തിന് പള്ളിയിൽ പോകുന്ന പലവരിൽ നിന്നും പലതും കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. എല്ലാം നമുക്ക് പറയാനുള്ള അർഹത ഒന്നുമില്ല. നമ്മളൊക്കെ റബ്ബ് നന്നാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലാതെ. സൂക്ഷിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും വസിയത്ത് ചെയ്യാണ്. എല്ലാം ക്ലിയറായിട്ടല്ല, ഞാനും ഇത് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ നോക്കണത്. എനിക്കിത് വരാൻ പാടില്ലെന്ന് ഞാൻ ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കണത്. ആരെയും വഞ്ചിക്കരുത്, കാപട്യം നടത്തരുത്. ചെയ്യാൻ പറ്റുന്നത് ചെയ്യണമെന്ന് ചെയ്തു തരാമെന്ന് പറയാം, അല്ലെങ്കിലോ നോക്കട്ടെ ക്ഷമിക്കട്ടെ എന്ന് പറയാം. ഞാൻ ഇന്നത് ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ അത് ചെയ്തു കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ അതിന് നിൽക്കരുത്. വഞ്ചന പാടില്ല, വാഗ്ദത്ത ലംഘനം പാടില്ല. ഒരാളെ പ്രതീക്ഷ ഉണ്ടാക്കിയിട്ട് ആ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ വന്നാൽ അല്ലാഹു തആല അദ്ദേഹത്തിന് വലിയ ശിക്ഷ കൊടുക്കും, പിന്നെ അദ്ദേഹം കുടുങ്ങും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് സാന്ദർഭികമായി എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നല്ലതൊക്കെ ചെയ്യാനും നല്ലതൊക്കെ പറയാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.